മധുരയിൽ നിന്നും പിന്നീട് ഞങ്ങൾ യാത്ര തിരിച്ചത് കമ്പം ഭാഗത്തെ മുന്തിരിത്തോട്ടത്തിലേക്കാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കമ്പം താഴ്വര, കമ്പം വാലി ദക്ഷിണേന്ത്യയുടെ മുന്തിരി നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ കമ്പം പന്നീർ മുന്തിരി എന്നറിയപ്പെടുന്ന ഇനത്തിന് 2023 പ്രശസ്തമായ ഭൂപ്രദേശ സൂചിക പദവി, അതായത് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളെല്ലാം അതിമനോഹരമായിരുന്നു. കരിമ്പനകളും തെങ്ങുകളും പലതരത്തിലുള്ള കൃഷിയിടങ്ങളും മലനിരകളും കൊണ്ട് സമൃദ്ധമാണ് ഇവിടം. പുലർച്ചെ പുറപ്പെട്ടതായതിനാൽ വഴിയോരത്ത് നിർത്തി ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു പിന്നീട് യാത്ര തുടർന്നത്. അവിടെ കണ്ട പാർക്കിൽ കുട്ടികൾ കളിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് കമ്പത്തിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ മുന്തിരി, ഉണക്കമുന്തിരി, പച്ചമുന്തിരി, മുന്തിരിയുടെ വൈന്, മുന്തിരി ജ്യൂസ്, അങ്ങനെ പല വിഭവങ്ങൾ ലഭ്യമാണ്. ഞങ്ങൾ എത്തിയപ്പോൾ മുന്തിരിത്തോട്ടം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരമണിക്കൂറിന് ശേഷമാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്. ഇവിടെ പ്രവേശനം തികച്ചും സൗജന്യമാണ്. മസ്കറ്റ് ഹാംബർഗ് എന്ന ഇനമാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പന്നീർ മുന്തിരി എന്നും ഇതറിയപ്പെടുന്നു. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ വർഷത്തിൽ 1-2 തവണ മാത്രം വിളവെടുപ്പ് നടക്കുമ്പോൾ കമ്പത്ത് വർഷം മുഴുവൻ മുന്തിരി ലഭ്യമാണ്. 1832 ഒരു ഫ്രഞ്ച് പാതിരിയാണ് ഈ മുന്തിരി ഇനം തമിഴ്നാട്ടിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് എന്ന് പറയപ്പെടുന്നു. ഏകദേശം 2000-ഓളം ഏക്കർ സ്ഥലത്ത് 10 ഗ്രാമങ്ങളിലായി 300-ലധികം കർഷകർ ഇവിടെ മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള നിരവധി വിനോദസഞ്ചാരികൾ വർഷം തോറും ഇവിടുത്തെ മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിക്കാറുണ്ട്. പുറത്തുള്ള കനത്ത ചൂടിൽ നിന്നും വ്യത്യസ്തമായി മുന്തിരിത്തോട്ടങ്ങൾക്കുള്ളിൽ എപ്പോഴും നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. മുന്തിരി കൊണ്ടുള്ള ഫ്രഷ് ജ്യൂസും അവിടെ ലഭ്യമാണ്. മുന്തിരി നമുക്ക് പറിക്കാൻ അനുവാദമില്ല. പറിച്ചു കഴിഞ്ഞാൽ 500 രൂപയാണ് ഫൈൻ. മുന്തിരി നമുക്ക് കഴിക്കാനായി അവിടുത്തെ സെക്യൂരിറ്റി മാമൻ കുറച്ച് പറിച്ചു തന്നു. കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വേണം കഴിക്കാൻ. പലതരത്തിലുള്ള കീടനാശിനികൾ പൂവാകുന്നതു മുതൽ പഴമാകുന്നതുവരെ ഇവിടെ തളിക്കാറുണ്ട്.
ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ കണ്ടുകഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഈ പ്രദേശം കാണാനായി എത്തിയിരുന്നു. തേനി ജില്ലയിലെ കമ്പം, പെരിയകുളം, ചുരുളിപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സഞ്ചാരികളുടെ മനസ്സും ശരീരവും തണുപ്പിക്കുന്ന ഈ മുന്തിരിപ്പാടങ്ങൾ. കൃത്യമായ നനയും തണലുമുള്ളതിനാൽ മുന്തിരിത്തോട്ടങ്ങളിൽ എപ്പോഴും തണുത്ത കാലാവസ്ഥയാണ്. ആവശ്യക്കാർക്ക് തോട്ടത്തിൽ നിന്ന് മുന്തിരി പറിച്ചു നൽകുവാനും തോട്ടമുടമകൾ തയ്യാറാണ്. കിലോയ്ക്ക് 35 രൂപയാണ് മുന്തിരി വിൽക്കുന്നത്. വിപണിയിൽ 60 രൂപയാണ് വില. 20 രൂപയ്ക്ക് മുന്തിരി തൈകളും തോട്ടങ്ങളിൽ വിൽപ്പനയ്ക്കുണ്ട്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് ഫാം സന്ദർശിക്കാൻ അനുകൂലമായ സമയം. അല്പം ഈർപ്പമുള്ള കാലാവസ്ഥയും മിതമായ ചൂടും വയലറ്റ് പച്ച മുന്തിരികളുടെ ഈ കടലിനടിയിലൂടെ നടക്കാൻ ഏറ്റവും അനുയോജ്യമാകും. മാർച്ച് മാസമാണ് ഏറ്റവും നല്ലതായി പറയുന്നത്. താപനില 63 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 106 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ്. അതിന് തൊട്ടടുത്തായി തന്നെ 50 രൂപ എൻട്രി ഫീസിൽ ഒരു ചെറിയ ഫാം പോലെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ ഉരൽ, അമ്മിക്കല്ല്, ആട്ടുകല്ല്, പഴയ മൺപാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഇതെല്ലാം ഒരു കൗതുകമായിരിക്കും. പിന്നീട് നമ്മൾ എൻ്റർ ചെയ്യുന്നത് പോളി ഹൗസ് ഫാമിലേക്കാണ്. അതിനുള്ളിൽ പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. തക്കാളി, കൊത്തമര, ഉള്ളി, ക്യാബേജ്, ബീൻസ്, വെണ്ടയ്ക്ക, അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികളുടെ കൃഷി നമുക്കതിനുള്ളിൽ കാണാം. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷൻ കാണാം. കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു പാർക്കുമുണ്ട്. ഈ കാണുന്നതാണ് കൊത്തമര, വെണ്ടയ്ക്ക. കൂടാതെ കുറച്ചിനം പൂക്കളുമുണ്ട്. ചെണ്ടുമല്ലി, വഴുതിനങ്ങ, ചോളം. പോളിഹൗസ് ഫാമുകളുടെ പ്രത്യേകത പ്ലാസ്റ്റിക് ഷീറ്റുകളാൽ ഒരു മറ കൊണ്ട് ഈ കൃഷിയിടം മുഴുവൻ മൂടിയിരിക്കും. അതിനുള്ളിൽ മിതമായ കാലാവസ്ഥയും ഈർപ്പവും നിലനിർത്താൻ സഹായിക്കും. ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ ജലസേചനവും പരിമിതമായ രീതിയിൽ നമുക്ക് വിളകൾക്ക് ലഭ്യമാക്കാം. കാണുന്നതാണ് കരനെൽ കൃഷി. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചെറിയ രൂപം, അതുപോലെ ജോൺ പെന്നിക്യുക്കിൻ്റെ വലിയൊരു പ്രതിമ, അതിൽ മുന്തിരിമാലയൊക്കെ അണിയിച്ച് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത് കാണാം. ഇവിടെയാണ് മുന്തിരി ഉണക്കുന്നത്. അത് കണ്ടപ്പോൾ വളരെ അതിശയമായി തോന്നി.